കൂടി നിങ്ങളുടെ മനസ്സിന്റെ അംഗീകാരം തേടി സ്ഥാനാർത്ഥി എന്ന രൂപത്തിൽ തൃത്താലയുടെ ജനവിധി തേടി ഞാൻ കടന്നു വരികയാണ്. കൈപ്പത്തി ചിഹ്നത്തിൽ നിങ്ങളുടെയൊക്കെ വിലയേറിയ വോട്ടുകൾ നൽകി നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഇത്തവണ എന്നെ വിജയിപ്പിക്കണമേ എന്ന് നിങ്ങൾ ഓരോരുത്തരോടും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരെയും വീട്ടിലൊക്കെ വന്ന് നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ജില്ലയിൽ കാണാനുള്ള സമയപരിമിതി വലിയൊരു ബുദ്ധിമുട്ടായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരോടുമുള്ള വ്യക്തിപരമായിട്ടുള്ള അഭ്യർത്ഥനയായി എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾ ഏറ്റെടുക്കണം എന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. നോക്കൂ, ഒരു വലിയ തെരഞ്ഞെടുപ്പാണ്, നല്ല പോരാട്ടമാണ്. ഈ ക്യാമ്പയിൻ തുടങ്ങിയ ആദ്യ ദിവസം തൊട്ട് നിങ്ങൾ ഓരോരുത്തരും വിശ്രമമില്ലാതെ ഇത്തവണ UDFന്റെ ഒരു വിജയം ഇവിടെ തൃത്താല മണ്ഡലത്തിൽ സുനിശ്ചിതമാക്കും എന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി ഓരോ ചുവടുകളും മുന്നോട്ട് വയ്ക്കുക. ഒരു നമുക്ക് മോശം എന്ന് പറയാൻ സാധിക്കുന്നില്ല. ഓരോയിടത്തും മത്സരബുദ്ധിയോടുകൂടിയുള്ള പ്രവർത്തനമാണ്. എല്ലാ ആളുകളും ആ നിലയിൽ ഇത്തവണ ഞാൻ മുന്നിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. വലിയ സന്തോഷം തോന്നുകയാണ്. അതോടൊപ്പം നിങ്ങളുടെ ഈ സമർപ്പണത്തിന് മുമ്പിൽ, നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹത്തിന് മുമ്പിൽ എൻ്റെ ശിരസ് കുനിഞ്ഞു പോവുകയാണ്. ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. 2011 നമ്മൾ തൃത്താല പിടിച്ചപ്പോഴാണ് കേരളത്തിൽ നമ്മുടെ ഒരു ഗവൺമെന്റ് ഉണ്ടായത്. പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി കസേരയിലേക്ക് തിരിച്ചു കടന്നു. ഇത്തവണയും അതിന്റെ ഒരു ആവർത്തനം നമുക്കുണ്ടാവണം. 100-ൽ കുറയാത്ത സീറ്റുമായി കേരളത്തിന്റെ അധികാര സോപാനത്തിലേക്ക് ഐക്യജനാധിപത്യ മുന്നണി ഒരു പതിറ്റാണ്ടിന് ശേഷം നടത്തുന്ന ഈ അതിഗംഭീര തിരിച്ചുവരവിന്റെ തുടക്കം കുറിക്കുന്ന ഒരു മണ്ണായി നമുക്ക് നമ്മുടെ തൃത്താലയെ മാറ്റാൻ സാധിക്കണം. അതിനുള്ള ദിവസങ്ങളാണ് ഇനിയുള്ള പരിമിതമായ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ, ഒരാഴ്ചയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും മനസ്സും ശരീരവും സമയവും സമർപ്പണവും ഈ വിജയം സുനിശ്ചിതമാക്കുന്ന കാര്യത്തിൽ ഉണ്ടായിരിക്കണമേ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുക. 2011 തൊട്ട് നമ്മൾ തുടങ്ങിയൊരു ബന്ധമാണ്. സ്ഥാനാർത്ഥി എന്ന രൂപത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വോട്ട് അഭ്യർത്ഥിച്ച് വരുന്നു ഓരോ ഇടങ്ങളിലും എന്നേ ഉള്ളൂ. പക്ഷേ സ്ഥാനാർത്ഥി അല്ലാത്ത സമയത്ത് ഞാൻ നിങ്ങളുടെ ഒക്കെ ഇടയിലുണ്ടായിരുന്നു. MLA ആയിരിക്കുമ്പോഴും ഉണ്ടായിരുന്നു. കഴിഞ്ഞ 5 വർഷം അങ്ങനെ അധികാരമോ പദവിയോ ഒന്നുമില്ലാത്ത സമയത്തും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അല്ലേ? ഇവിടെ നേരത്തെ ഫാറൂഖ് പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ 60 മാസത്തേക്ക് തെരഞ്ഞെടുത്ത 57 മാസവും കാണാൻ കിട്ടാത്ത ആളായി നിങ്ങൾ എന്നെ ഒരു കാലത്തും കണ്ടിട്ടില്ല എന്ന് എനിക്കറിയാം. 15 കൊല്ലമായി നിങ്ങൾ ഓരോരുത്തരും എന്നെ ഒരു കുടുംബത്തിൽ അംഗത്തെ പോലെ പരിഗണിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിപരമായ സുഖദുഃഖങ്ങളുടെ പോലും ഭാഗമാവാൻ എന്നെ നിങ്ങൾ ക്ഷണിക്കുന്നുണ്ട്. പരമാവധി ഓടിയെത്താൻ ഞാനും പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഞാൻ 10 വർഷം നിങ്ങളുടെ പ്രതിനിധിയായിരുന്നു. ഒരുപാട് മറ്റ് അവകാശവാദങ്ങളൊന്നും ഞാൻ മുന്നോട്ട് വയ്ക്കുന്നില്ല. പക്ഷേ 1-2 കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. 10 വർഷം തൃത്താലയുടെ MLA ആയിരിക്കുമ്പോൾ ഒരിക്കൽ പോലും തൃത്താലയുടെ ജനപ്രതിനിധി ഒരു അഴിമതിക്കാരനാണ് എന്ന് പറയാൻ നമ്മുടെ എതിരാളികൾക്ക് പോലും ഞാൻ അവസരം ഉണ്ടാക്കിയിട്ടില്ല. തൃത്താലയുടെ ജനപ്രതിനിധി ഏതെങ്കിലും സ്ഥാപിത താല്പര്യക്കാരുടെ തടവറയിലാണ് എന്ന് പറയാൻ ഒരിക്കലും ഞാൻ അവസരം ഉണ്ടാക്കിയിട്ടില്ല. നീതിയുടെ ഒരു വിഷയം വരുമ്പോ ഒരുപക്ഷെ ഒരു ഭാഗത്ത് നിൽക്കുന്നത് സാധാരണക്കാരനായിരിക്കാം, മറുഭാഗത്ത് നിൽക്കുന്നത് പണവും സ്വാധീനമുള്ള ആളായിരിക്കാം. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ പോലും തൃത്താലയുടെ ജനപ്രതിനിധിയെ നോക്കി നിങ്ങൾ സാധാരണക്കാരെ വഞ്ചിച്ചുകൊണ്ട് പണക്കാരന്റെ പുറകെ പോയി സ്ഥാപിത താല്പര്യക്കാരുടെ ഒപ്പം നിന്നു എന്ന് പറയാൻ ഞാൻ അവസരം ഉണ്ടാക്കിയിട്ടില്ല. തൃത്താലയുടെ ജനപ്രതിനിധി ഒരിക്കലും മതവും രാഷ്ട്രീയവും കൂട്ടിക്കുഴച്ചുകൊണ്ട് ആളുകളെ ഭിന്നിപ്പിക്കുന്ന വിദ്വേഷത്തിന്റെ പാതയിലേക്ക്, വർഗീയതയുടെ പാതയിലേക്ക് ഒരു ചുവടെങ്കിലും വെച്ചു എന്ന് പറയാൻ നമ്മുടെ എതിരാളികൾക്ക് പോലും സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. തൃത്താലയുടെ ജനപ്രതിനിധി
വികസന പ്രവർത്തനം നടത്തിയിട്ടില്ല എന്ന് നമ്മുടെ എതിരാളികൾക്ക് പോലും സത്യത്തിൽ പറയാൻ സാധിക്കില്ല. തൃത്താലയുടെ അന്നത്തെ ജനപ്രതിനിധി ഒരാൾക്കും പ്രാപ്യനല്ല, പാർട്ടിയുടെ തടവറയിലാണ്. നേരിട്ടൊരാളെ കാണാൻ അയാൾ കൂട്ടാക്കുന്നില്ല. പാർട്ടി നേതാക്കളുടെ ശുപാർശക്കത്തില്ലാതെ MLA-യിലേക്ക് അടുക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നൊരവസ്ഥ ആ 10 വർഷവും ഈ നാട്ടിൽ ഉണ്ടായിട്ടില്ല. നിങ്ങൾക്കറിയാലോ, ഈ തൃത്താലയിൽ സ്വതന്ത്രമായ ഒരു MLA ഓഫീസ് ഉണ്ടായത് പോലും 2011 ശേഷമാണ്. ബ്രാഞ്ച് സെക്രട്ടറിയുടെയോ ലോക്കൽ സെക്രട്ടറിയുടെയോ ഏരിയ സെക്രട്ടറിയുടെയോ ശുപാർശയൊന്നുമില്ലാതെ ഒരു നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആളെ കാണാൻ സാധിക്കണം. നാടിന്റെ വികസന കാര്യങ്ങളെ കുറിച്ചുള്ള ആശയങ്ങൾ പങ്കുവെക്കാൻ സാധിക്കണം, നിവേദനങ്ങൾ സമർപ്പിക്കാൻ സാധിക്കണം, വിമർശനങ്ങളുണ്ടെങ്കിൽ അത് ഉന്നയിക്കാൻ സാധിക്കണം. അതിനുള്ള ഒരു അവസരം ഈ തൃത്താലയിൽ 2011 മുതൽ ഉണ്ടായിരുന്നുവെങ്കിൽ ആ കാലത്തെ ഈ നാട്ടിന് വേണ്ടി തിരിച്ചു പിടിക്കാൻ വേണ്ടി, ഈ തൃത്താലയെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ പോരാട്ടമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇവിടെ നടത്തുന്നത്. ഞാൻ വീണ്ടും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തെ അഭിവാദ്യം ചെയ്യുകയാണ്. കാരണം അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിന്റെ മതനിരപേക്ഷ സംവിധാനങ്ങളെ ഏകോപിപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനത്തെ ഒരിക്കലും ഒരാൾക്ക് പോലും വിമർശിക്കാനോ വില കുറച്ചു കാണാനോ സാധിക്കില്ല. അത്രത്തോളം ത്യാഗഭരിതമായ കഠിനാധ്വാനം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കാണുകയാണ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി സധൈര്യം തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുമ്പോഴും ആ അഭിപ്രായങ്ങളുടെ ജെന്യൂനിറ്റി, അതിലെ സത്യസന്ധത, അതിലെ നിഷ്പക്ഷത, ആ വാക്കുകളിലെ ആർജവം ഇന്ന് കേരളീയ പൊതുസമൂഹത്തിനും ഇന്ത്യൻ രാഷ്ട്രീയത്തിനും തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ വരും കാലത്ത് ഈ കേരളത്തെ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നയിക്കാൻ, ഐക്യജനാധിപത്യ മുന്നണിയുടെ പക്ഷത്തേക്ക് ഈ കേരളം ഇങ്ങനെ നാൾക്കുനാൾ ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലത്ത് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നേതാവ് നമുക്കുണ്ട്, നമ്മോടൊപ്പമുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന് കേരളത്തിന്റെ സംഭാവനയായി പ്രിയപ്പെട്ട ശ്രീ KC വേണുഗോപാൽ ഉണ്ട് എന്നുള്ളത് ഏറെ സന്തോഷവും അതോടൊപ്പം വലിയൊരു ആശ്വാസവുമാണ്. നമ്മളെ ചേർത്ത് പിടിക്കാൻ, നമുക്കൊരു വിഷമമുണ്ടാകുമ്പോൾ കൈപിടിക്കാൻ, എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ഒരു വേദനയുണ്ടാകുമ്പോൾ ചേർത്ത് പിടിച്ച് സാരമില്ലടാ, നിന്റെ കാര്യം ഞാൻ നോക്കാം എന്ന് ഒരാശ്വാസവാക്ക് പറയാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ അഭിമന്യനായ ലീഡറുടെ ആ രാഷ്ട്രീയത്തിന്റെ തുടർച്ചയായി പ്രിയപ്പെട്ട ശ്രീ KC ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഒരിക്കൽ കൂടി തൃത്താലയിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ജനാവലിയുടെ പേരിൽ ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ മറ്റു കാര്യങ്ങളെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഞാൻ വീണ്ടും നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. 2011 തൃത്താലയിൽ നിന്നാണ് നമ്മൾ കേരളത്തിലെ UDF-ന്റെ മടക്കയാത്രയുടെ തുടക്കം കുറിച്ചത്. ഈ 2026-ലും ആ നിലയിൽ തൃത്താലയിൽ നിന്ന് നമുക്ക് തുടങ്ങാൻ സാധിക്കണം. നല്ലൊരു വിജയം ഇത്തവണ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം. ഈ നാടിനെ വർഗീയമായി ഛിന്നഭിന്നമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ, ഈ നാട്ടിൽ വിഭാഗീയ ചിന്തകളെ വളർത്തി വലുതാക്കി അതിൽ നിന്ന് നേട്ടം കൊയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അവരുടെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് ഈ കേരളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദിവസമാണിത്. കിട്ടുന്ന അവസരങ്ങളിൽ മുഴുവൻ അഴിമതി കാട്ടിയ ആളുകൾ, കളിച്ച് ശബരിമലയിലെ ശ്രീ ധർമ്മശാസ്താവിന്റെ സ്വർണത്തിൽ പോലും കൈവയ്ക്കാനുള്ള ധൈര്യവും ധിക്കാരവും കാണിച്ച ആളുകൾ, ആ അമ്പലം വിഴുങ്ങികളെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള ഒരു ജനതയുടെ ചെറുത്തുനിൽപ്പായി ഈ ജനാധിപത്യ പോരാട്ടത്തെ നമുക്ക് മാറ്റാൻ സാധിക്കുമെങ്കിൽ അത് തീർച്ചയായും ഈ നാടിന് ഗുണകരമായിരിക്കും, ഈ നാടിന്റെ മോചനമായിരിക്കും. അതിനുവേണ്ടി പ്രിയപ്പെട്ടവരെ നമുക്ക് ഒന്നിച്ചു നിൽക്കണം. ഈ തൃത്താല നമുക്കൊപ്പമാണ്. ഈ തൃത്താലയുടെ കഴിഞ്ഞ കാല ചരിത്രം നമുക്കൊപ്പമാണ്. 2021 ശേഷം നടന്ന നിരവധി പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പുകളിൽ ഓരോന്നിലും നമ്മൾ മുന്നോട്ട് വരികയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 10,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം നമുക്ക് UDF-ന് നേടിയെടുക്കാൻ കഴിഞ്ഞ ഒരു മണ്ഡലമാണ് ഇന്ന് തൃത്താല. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൂടെ
8-ൽ 5 പഞ്ചായത്തിലും ആധികാരികമായ വിജയത്തോടെ തൃത്താലയിലെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ജനപ്രതിനിധികൾ ഏത് പക്ഷത്താണ് എന്ന് ചോദിക്കുമ്പോൾ ചരിത്രത്തിൽ ആദ്യമായി UDF എന്ന് ഉത്തരം നൽകുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് തൃത്താലയ്ക്ക് മുമ്പിലുള്ളത്. എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരൊറ്റ കാര്യം മാത്രമേ അഭ്യർത്ഥിക്കാനുള്ളൂ. ഇവരോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾ എനിക്കൊരു അവസരം തരണം. 2011 അങ്ങനെ ഒരു അവസരം ഉണ്ടായപ്പോഴാണ് നമുക്ക് മുകളിൽ സഹായ സന്നദ്ധമായ മനസ്സുമായി മനുഷ്യപ്പറ്റുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നത് കൊണ്ടാണ് നിരവധിയായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചത്. അതിന്റെ തുടർച്ച ഇത്തവണയും ഉണ്ടാവണം. ഈ നാട്ടിലെ നശീകരണാത്മകമായ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കിക്കൊണ്ട്, തെറ്റായ സമീപനങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് സഹകരണാത്മകമായ ഒരു നല്ല അന്തരീക്ഷത്തെ വീണ്ടെടുക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ നിങ്ങൾ എനിക്കൊപ്പം നിൽക്കണം എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതാ നമ്മളെ സഹായിക്കുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വരാനിരിക്കുന്നു. ഇവിടുത്തെ MP നമ്മുടെ ആളായി തുടരുകയാണ്. ജില്ലാ പഞ്ചായത്തിലടക്കം മഹാഭൂരിപക്ഷം പ്രദേശങ്ങളിലും ഇന്ന് നമുക്ക് ജനപ്രതിനിധികളുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൽ പകുതിക്ക് പകുതി ഇന്ന് UDFന്റെ ജനപ്രതിനിധികളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 8-ൽ 5 പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഇന്ന് UDFന്റെ ആളുകളായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനിടയിൽ MLA ആയി കൂടി നിങ്ങൾ എനിക്ക് കൂടി ഒരു അവസരം നൽകുകയാണെങ്കിൽ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട്, നിങ്ങൾ തെരഞ്ഞെടുത്ത ഈ ഓരോ ജനപ്രതിനിധിക്കും ഒപ്പം നിന്നുകൊണ്ട് ഓരോ പ്രദേശത്തെയും വികസനത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുമെന്നുള്ള 100% ഉറപ്പുണ്ട്. നിങ്ങളുടെയും അനുഭവം അത് തന്നെയാണ്. നിങ്ങളെ കേൾക്കുന്ന, നിങ്ങളുടെ ഇടയിലുള്ള അധികാരവും പദവിയും ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും നിങ്ങൾക്കിടയിലുള്ള ഒരാളായി എനിക്ക് ഇന്നലകളിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഒരു അംഗീകാരം നൽകണമേ എന്ന് ഒരിക്കൽ കൂടി വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു. കൈപ്പത്തി ചിഹ്നത്തിൽ നിങ്ങൾ വിലയേറിയ വോട്ടുകൾ നൽകി നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്നുള്ള അഭ്യർത്ഥന ഒരിക്കൽ കൂടി വിനയപുരസരം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്.